രഞ്ജിത്ത് എന്ന എഴുത്തുകാരനെ ഞാൻ ആദ്യമായി മദ്രാസിൽ വെച്ച് കാണുമ്പോൾ വളരെ ആകർഷണീയമായ സ്വഭാവ സവിശേഷതകളുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. എല്ലാവരോടും സ്നേഹപൂർവ്വം ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, എല്ലാവരോടും എളിമയോടെയും പരസ്പര ബഹുമാനത്തോടെയും ഇടപഴകുന്ന ഒരാൾ, അതിലുപരി ഉന്നത വ്യക്തിത്വമുള്ള ഒരു കലാകാരൻ. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം എഴുത്തിലായാലും സംവിധാനത്തിലായാലും തന്റേതായ കയ്യൊപ്പ് ചാർത്തിയവയായിരുന്നു. മറ്റുള്ള ചിലരെ പോലെ അന്യഭാഷാ ചിത്രങ്ങളെ ഒരിക്കലും അദ്ദേഹം ആശ്രയിച്ചിട്ടുമില്ല. അങ്ങനെ മറ്റുള്ളവർക്ക് അസൂയ തോന്നും വിധം അദ്ദേഹം വിജയത്തിന്റെ ഓരോ പടവുകളും ചവിട്ടിക്കയറി. മോഹൻലാലിന്റെ ആരാധകർക്ക് ആവേശമുളവാക്കിയ ചിത്രങ്ങളായിരുന്നു ദേവാസുരം, ആറാം തമ്പുരാൻ, നരസിംഹം തുടങ്ങിയ ഒരുപിടി ചിത്രങ്ങൾ. ഇതിന്റെ എല്ലാം പിന്നിൽ കരുത്തനായ രഞ്ജിത്തായിരുന്നു. രഞ്ജിത്ത് അങ്ങനെ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. പഴയ സ്നേഹവും പുഞ്ചിരിയുമൊക്കെ മാറി മുഖത്ത് ദേഷ്യവും ഗൗരവവും നിറച്ചു. പിന്നീട് മറ്റുള്ളവരെ പുച്ഛത്തോട് കാണുകയും ഞാനാണ് ശരി, ഞാൻ മാത്രമാണ് ശരി എന്ന മനോഭാവത്തിലേക്ക് കടന്നു. ഐ ആം ദി സ്റ്റേറ്റ്, ഐ ആം ദ നേഷൻ എന്നൊക്കെ പറഞ്ഞതുപോലെ ഐ ആം ദി സിനിമ എന്ന നിലപാടിലേക്ക് അദ്ദേഹം വന്നു. രഞ്ജിത്തിന്റെ ഇത്തരം തെറ്റായ വിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ കുറെ പരിവാരങ്ങൾക്കും ക്ഷാമമില്ലായിരുന്നു. രഞ്ജിത്ത് പറയുന്ന പല കാര്യങ്ങളോടും പൊതുസമൂഹത്തിന് യോജിക്കാൻ കഴിയുമായിരുന്നില്ല. രഞ്ജിത്ത് പറയുന്നു, എനിക്ക് പൊതുസമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ലെന്ന്. ഞാൻ ആകെ ചെയ്യുന്ന ഒരു ക്രൈം എന്ന് പറഞ്ഞാൽ സിനിമ ചെയ്യുന്നത് മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നു. സിനിമ ചെയ്യുന്നത് ഒരു ക്രൈമായിട്ടാണ് രഞ്ജിത്ത് കാണുന്നത്. ഈ അഭിപ്രായത്തോട് പല വിയോജിപ്പുകളും പല ഭാഗത്തു നിന്നും ഉയർന്നു. അങ്ങനെ അഹങ്കാരം തലക്ക് പിടിച്ച് മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി സ്ഥാനമേൽക്കുന്നത്. ചലച്ചിത്ര അക്കാദമിയിൽ ചാർജ് എടുത്ത രഞ്ജിത്ത് പിന്നീട് വരിക്കാശ്ശേരി മനയിലെ തമ്പ്രാനായി അങ്ങ് മാറി. മൊത്തത്തിൽ കിളിപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു കാലത്ത് രഞ്ജിത്തിനെ ഏത് വേദിയിലേക്കും കരഘോഷങ്ങളോടെ സ്വീകരിക്കാറുണ്ടായിരുന്ന ജനങ്ങൾ പിന്നീട് രഞ്ജിത്തിനെ വലിയ കൂക്കുവിളിയോടെ എതിരേൽക്കാൻ തുടങ്ങി. IFFKയുടെ പരിപാടിയിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാനെ കൂക്കുവിളിയോടെ ജനം എതിരേറ്റപ്പോൾ ആ കൂക്കുവിളിക്കാരെ ഉപമിച്ചത് തന്റെ വീട്ടിലെ കൊടിച്ചിപ്പട്ടിയോടാണ്. അവിടെ മുതൽ അദ്ദേഹം ഓരോരോ പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ തുടങ്ങി. ആരാധകർ കൈവിട്ടു. ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ ചലച്ചിത്ര അക്കാദമിയിൽ അദ്ദേഹത്തിനെതിരെ എതിർ ശബ്ദമുയർന്നു. അവരും കൈവിട്ടു. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ പേരിൽ പീഡന കേസുകൾ വന്നു. അന്നേരം ഗവൺമെന്റും അദ്ദേഹത്തെ കൈവിട്ടു. പുള്ളിയെ കുറിച്ച് പറഞ്ഞാൽ ശരിയാണ്. പുള്ളി വന്ന ജേർണി മലയാള ഇൻഡസ്ട്രിയെ എന്താ പറയുന്ന വേറൊരു ലെവലിലോട്ട് ആക്കിയിരുന്നു. മോഹൻലാലിന് നടനിലൂടെ പുള്ളിയുടെ സ്ക്രിപ്റ്റുകളാണെങ്കിലും ഡയറക്ഷനാണെങ്കിലും എല്ലാം മാരകം തന്നെയാണ്. ഒരു രക്ഷയില്ല, എല്ലാം കിടലിന ഐറ്റംസ് ആണ്. പക്ഷേ പുള്ളി ക്യാരക്ടർ വൈസ് അത് ഒരുപാട് ഷിഫ്റ്റ് ചെയ്ത് ക്യാരക്ടറിങ് ഒരു ആംഗ്രി മാനായിട്ട് മാറും. അദ്ദേഹത്തെ വ്യക്തമായിട്ട് അറിയാവുന്നവർക്ക് അറിയാം ആ മാറ്റം. അത് പിന്നീട് പുള്ളി അത് പബ്ലിക് സ്പേസുകൾ, നേരത്തെ ലൊക്കേഷനുകളിൽ മാത്രമായിരുന്നു, അത് പിന്നീട് പബ്ലിക് സ്പേസുകളിലോട്ടും പുള്ളി ആ ആങ്കർ പുള്ളിയുടെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അതൊക്കെ എല്ലാവർക്കും അറിയാം. ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഏതാനും നാളുകൾ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ അതിലൊരു ചെറിയ വേഷവും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ നമ്മുടെ യശശരീരനായ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അദ്ദേഹം രഞ്ജിത്തിനോട് എന്തോ ഒരു തമാശ പറഞ്ഞു. മദ്യപിച്ച് അഹങ്കാരം തലയ്ക്ക് പിടിച്ചു നിന്നിരുന്ന രഞ്ജിത്തിന് ആ തമാശ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഉടൻ ആ വയോവൃദ്ധന്റെ ചെവിക്കല്ല് നോക്കി ഒരൊറ്റ അടിയാണ് അടിക്കുന്നത്. ആ അടി കൊണ്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ കറങ്ങി നിലത്ത് വീഴുകയാണ്. നിരവധി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആരോഗ്യമില്ലാത്ത ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തെ എല്ലാവരും കൂടി പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് കാണാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയായിരുന്നു. അദ്ദേഹം നിറകണ്ണുകളോടെ നിൽക്കുന്നു. അത് എല്ലാവർക്കും വലിയ ഷോക്കായി പോയി. രഞ്ജിത്തിന്റെ ഈ പ്രവൃത്തിയോട് പലരും എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും രഞ്ജിത്ത് അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തനിക്കേറ്റ അടിയുടെ ആഘാതത്തിൽ അദ്ദേഹം മാനസികമായിട്ടും തകർന്നുപോയി. അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ഓരോ ദിവസങ്ങളും ഞാൻ ശ്രദ്ധിച്ചിരുന്നു, കളിയും ചിരിയും എല്ലാം മാഞ്ഞിരുന്നു. ആകെ ഒരു മ്ലാനതയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഈ അടിയോടൊപ്പം അദ്ദേഹത്തിന്റെ ഹൃദയവും തകർന്നുപോയി. ഒടുവിലാന്റെ കളിയും ചിരികളും എല്ലാം മാഞ്ഞു. അദ്ദേഹം സെറ്റിൽ വന്നാൽ വളരെയധികം തമാശ പറയുന്ന ഒരാളായിരുന്നു, ചിരിക്കുന്ന ആളായിരുന്നു, എല്ലാവരെയും രസിപ്പിക്കുന്ന ആളായിരുന്നു. അതൊന്നും പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. അതിൽ നിന്നും മോചിതനാകാൻ ഏറെ നാൾ എടുത്തു എന്നുള്ളതായിരുന്നു സത്യം. ഞാനിവിടെ ഇത് തുറന്നു പറയാൻ കാരണം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന വയോവൃദ്ധന്റെ ആ സംഭവം എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. മാത്രമല്ല, ഇനി വരുന്ന തലമുറയ്ക്ക് വിജയവും പ്രശസ്തിയും ഒക്കെ കൈവരിക്കുമ്പോൾ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ഇത്തരം പ്രവൃത്തികൾ ചെയ്യാതിരിക്കട്ടെ എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. നമുക്കറിയാം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ വലിയ പ്രശ്നക്കാരനായ ഒരു മനുഷ്യനല്ല. ഇൻഡസ്ട്രി ഉള്ളവർക്ക് അറിയാം. ചിരി ഫലിതങ്ങളൊക്കെ പറഞ്ഞ് ആരോഗ്യം വളരെ കുറവാണ്. ആ ആരോഗ്യം ഇല്ലായ്മ തന്നെയാണ് പുള്ളിയുടെ ആക്ടിങ്ങിന്റെ ഒരു പ്രത്യേകത. തമാശയൊക്കെ ആയിട്ട് ഉണങ്ങിയിരിക്കുന്ന ബോഡി ഷേമിങ് അന്നില്ലായിരുന്നല്ലോ, ഇന്നല്ലാതെ ബോഡി ഷേമിങ്. എന്നാൽ കഥാപാത്രങ്ങൾ അങ്ങനെയായിരുന്നു. എണ്ണയൊക്കെ തൂത്ത് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഉണ്ടെന്നുണ്ട് ഒരു കുപ്പി എണ്ണയും കൊടുത്ത പുള്ളി അതും തിരുമ്മി, കൈയും കാലൊക്കെ തിരുമ്മി, കുള്ളത്തിൽ കുളിക്കുക, അമ്മാവൻ ക്യാരക്ടറായിട്ട് ഇങ്ങനെ തിരുമ്മി പറമ്പിക്കൂടെ എണ്ണയൊക്കെ തൂത്ത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു അമ്മാവൻ ക്യാരക്ടറിലോട്ടാണല്ലോ പുള്ളി അതിൻ്റെ അത് പ്രസന്റ് ചെയ്തത്.
ക്യാരക്ടർ പെർഫെക്റ്റ് ആണല്ലോ, തമാശയുടെ കാര്യത്തിലും പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ രഞ്ജിത്ത് അദ്ദേഹത്തെ കൈവച്ചെന്ന് പറയുമ്പോൾ അത് വളരെ മോശമാണ്. സത്യമാണെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ല. ഇത് വ്യക്തമാക്കേണ്ടത് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, പുള്ളി ഇപ്പം ഇന്ന് ഭൂമിയിലില്ല. അലപ്പി അഷ്റഫ് എന്ന് പറയുന്നത് പണ്ട് പോലെ തന്നെ മലയാളം ഇൻഡസ്ട്രിയുള്ള പ്രൊഡ്യൂസറും ചെറിയ ചെറിയ കഥാപാത്രങ്ങളും ഉണ്ട്. ആലപ്പുഴക്കാരനാണല്ലോ. അദ്ദേഹത്തെ പല പടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അയാളുടെ ചാനലിൽ പറയണമെന്നുണ്ടെങ്കിൽ നുണ പറയേണ്ട ആവശ്യമാക്കില്ല ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. പലരും പറഞ്ഞിട്ട് നുണ പറയുന്നതാണ്, ചുമ്മാ തള്ളുന്നതാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരാൾ വന്ന് ഇവിടെ നിന്ന് ക്ലിയർ കട്ടായിട്ട് പറയേണ്ട ആവശ്യമില്ല. പിന്നെ രഞ്ജിത്തിന്റെ ഇപ്പോഴത്തെ പ്രസന്റ് വന്ന ജേർണിയും ഇപ്പം രഞ്ജിത്ത് അനുഭവിക്കുന്ന സ്ട്രഗിളും വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പുള്ളി പറഞ്ഞ ടൈമും ആ ലൊക്കേഷൻസ് ഒക്കെ പറഞ്ഞ് കണക്ട് ചെയ്യുമ്പോഴും സംഗതി സത്യമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയാൾ നുണയാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജിത്ത് കേസ് കൊണ്ട് കൊടുക്കണമാണ്. വെച്ചോണ്ടിരിക്കല് കാണാം. അങ്ങനെ പുള്ളി ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ പുള്ളിയെ കുറ്റമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. എന്താണെങ്കിലും ഇങ്ങനൊരു ഇഷ്യൂ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണ്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന പരാതി കൊടുത്തു കാണില്ല. പരാതി FKLോ കൊടുക്കാനും വഴി കുറവാണ്. കാരണം വെച്ചാൽ മുമ്പോട്ട് വർക്ക് കിട്ടണം. രഞ്ജിത്തിനെ ഇപ്പോൾ പിണക്കി കഴിഞ്ഞാൽ മുമ്പോട്ട് വർക്ക് കിട്ടുമോ? പുള്ളിയുടെ അവസ്ഥ, പുള്ളിക്ക് രോഗമാണ്. പുള്ളിക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സിനിമ പ്രവർത്തകരുടെ സഹായമില്ല, പറ്റില്ല. അതുകൊണ്ട് പുള്ളി ചിലപ്പം തള്ളിക്കളഞ്ഞ ആവാം, അറിയത്തില്ലല്ലോ. ആലപ്പി അഷ്റഫ് ഇപ്പം നുണ പറയുന്നതാണ് രഞ്ജിത്ത് തീർച്ചയായിട്ടും അത് ഡിഫമേഷന് കേസ് കൊടുക്കേണ്ടതാണ്. അങ്ങനെ നടന്നിട്ടുണ്ട് എന്നാണ് പലരും പറയുന്നത്. ആ ക്രൂവിൽ വർക്ക് ചെയ്തവരാണ് വ്യക്തമാക്കുന്നത്. മോഹൻലാലൊക്കെ ഉള്ള ലൊക്കേഷൻ മോഹൻലാൽ വ്യക്തമാക്കിയിട്ടില്ല. ലാലൊക്കെ നിൽക്കുമ്പോഴാണ് ഈ അടി നടന്നിട്ടുള്ളത്. ഒടുവിലുള്ള ക്യാരക്ടർ നടക്കുന്ന സമയത്ത് മോഹൻലാലോട് ഉണ്ട്. മോഹൻലാലുള്ള സീൻസാണ് ഞാൻ മനസ്സിലാക്കുന്നതാണ്. അപ്പം ലാലൊക്കെ ഉള്ളപ്പോഴാണെന്നുണ്ടെങ്കിൽ ലാലിന് ഒരുപാട് ആൾക്കാർ തെറി പറയുന്നുണ്ട്. ലാൽ എന്തുകൊണ്ടിട്ട് ഇടപെട്ടില്ല. അതൊക്കെ ഓരോരുത്തോട് ഇഷ്ടമല്ല. ലാലിന് ഇടപെടണമോ വേണ്ടതെന്നൊക്കെ ലാലിൻ്റെ ഇഷ്ടമാണ്. അതൊക്കെ ഓരോ ഡിപ്പെൻസ് അപ്പം ലാലിന് ചിലപ്പം ഒടുവിൽ ഉണ്ണികൃഷ്ണനേക്കാളും കൂടുതൽ ബന്ധം രഞ്ജിത്തിനോടാണെങ്കിൽ രഞ്ജിത്തിനെ പിണക്കാൻ പറ്റില്ലല്ലോ. ഇൻഡസ്ട്രി അല്ലേ, ഈ ഫിലിം ഇൻഡസ്ട്രി നിൽക്കുമ്പോൾ പക്ഷേ അവസരങ്ങളാണ് എല്ലാവരും നോക്കുന്നത്. അത് മോഹൻലാൽ എന്നല്ല എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അതാണ് നമ്മൾ പലപ്പോഴും കണ്ട് മനസ്സിലാക്കുക. പക്ഷേ ഞാൻ പറഞ്ഞത് കൂടെ നിൽക്കുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ നമ്മൾ ഇടപെടണം. നാളെ നമുക്കുണ്ടായാലും എന്ത് ചെയ്യും? കാരണം സിനിമയിൽ അവർ നോക്കുന്നത് ഇന്ന് ഞങ്ങൾ വർക്ക് ചെയ്ത് അടുത്ത പ്രാവശ്യം അയാളോട് വർക്ക് ചെയ്യണമെന്നില്ല. നമ്മൾ പലരുടെയും കൂടെ. അപ്പം നമുക്കങ്ങനെ ആരോടും കമ്മിറ്റ്മെൻറ്റ്സിൽ നിന്നാണ് സിനിമാ പ്രവർത്തകർ കൂടും പറയും. മമ്മൂട്ടി കഴിഞ്ഞിടയ്ക്ക് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ട് സിനിമയിൽ എനിക്ക് അങ്ങനെ ഒരു സുഹൃത്തില്ല. ഫിലിം ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു തുറന്നു പറയാവുന്ന അങ്ങനെ ഒരു ക്ലോസ് ഫ്രണ്ട്, സുഹൃത്തുക്കൾ കാണും, എല്ലാം തുറന്നു പറയാവുന്ന അങ്ങനെ ഒരു ക്ലോസ് ഫ്രണ്ട് ഇല്ല ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. എന്താണെങ്കിലും ഇങ്ങനെ ഒരു മാറ്റർ നടന്നിട്ടുണ്ടെങ്കിൽ ഒടുവിലെ പോലെ ഒരു മനുഷ്യൻ ഒരു വെള്ളം അടിച്ച് എന്താ പറയുക കഴിവേറി വന്ന ഒരു മനുഷ്യൻ ഭയങ്കര അലമ്പ് ആഭാസമായിട്ടുള്ള ലൊക്കേഷനിൽ കിടന്ന് അലമ്പ് കാണിക്കണം, തല്ലിയിൽ നിന്ന് നമുക്ക് അയാൾ കാണാം അത്രക്കാരനാണെന്നൊക്കെ നമുക്ക് എഴുതാം. പക്ഷെ ഒടുവിൽ എനിക്ക് തോന്നുന്നില്ല, വളരെ ഒരു സാധുവായ മനുഷ്യൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.